Hi, hope all of you understood about how data are stored in memory. Okay, so data are stored in memory in basically blocks. Okay, so there will be blocks of memory, and in these blocks, data will be stored, and one block will contain n number of records. That is the BFR, blocking factor. Okay, so now I'm gonna deal with new techniques to reduce the searching complexity in these blocks. Okay, well, actually it's like the technique is called indexing. Indexing എന്നാണ് ടെക്നിക്കിൻ്റെ പേര്. ശരിക്കും നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെയാണ്. ഓക്കെ, ഇൻ ടെക്സ്റ്റ് ബുക്ക് ഡു ഹാവ് എ ലോട്ട് ഓഫ് കണ്ടൻസ്. പക്ഷേ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് what you do is you will just have a index table. ഒരു ഇൻഡെക്സ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഡാറ്റാബേസിന് ചെയ്യുന്നത്. സോ വാട്ട് വി ഡു ഇസ് യു വിൽ ആഡ് ആൻ ഇൻഡെക്സ് ടേബിൾ ടു ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡെക്സ് ടേബിളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഓക്കെ, അതിൽ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഇത് ഇൻഡെക്സ് ചെയ്യുന്ന ഐറ്റം ഉണ്ടാവും, അതേപോലെ തന്നെ പോയിന്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നോക്കിയാൽ നമുക്കറിയാം ഓരോ വാല്യൂ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏത് ബ്ലോക്കിലേക്ക് പോകണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ടേബിൾ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ടെക്നിക് ഈസ് കോൾഡ് ഇൻഡെക്സിങ്. ഇൻഡെക്സിങ് എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ ഇൻഡെക്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ബ്ലോക്ക് ആക്സസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സോ വാട്ട് യു വിൽ ഡു ഇസ് യു വിൽ ജസ്റ്റ് ആഡ് എ ഇൻഡെക്സ് ടേബിൾ, ആൻഡ് ഇൻഡെക്സ് ടേബിൾ ഡു ഹാവ് ആൻ ഇൻഡെക്സ് ഐറ്റം ആൻഡ് ഓൾസോ എ പോയിന്റർ, ആൻഡ് ദ പോയിന്റർ പോയിന്റ്സ് ടു ദ ബ്ലോക്സ് വേർ ദ ഡാറ്റ ഇസ് സ്റ്റോർഡ്. ഓക്കെ, അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിംഗ് കൂടി പറഞ്ഞാലേ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. സോ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിംഗ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഇൻഡെക്സിംഗ്. പ്രൈമറി ഇൻഡെക്സിങ്. ഓക്കെ, ആൻഡ് പ്രൈമറി ഇൻഡെക്സിങ്ങിൽ തന്നെ ഇൻഡെക്സിങ് രണ്ട് തരത്തിൽ കൊടുക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഡെൻസ്, സെക്കൻഡ് വൺ ഈസ് സ്പാർസ്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡെക്സിങ്ങിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഡെൻസും ഉണ്ട്, സ്പാർസും ഉണ്ട്. സോ ആൻഡ് പ്രൈമറി ഇൻഡെക്സിങ്ങിൻ്റെ ബേസ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഇൻഡെക്സിങ്ങിൽ നമ്മൾ ഇൻഡെക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്ന ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൈമറി കീ. പ്രൈമറി കീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമറി കീയുടെ പ്രത്യേകത ഇറ്റ് വിൽ നോട്ട് ഹാവ് എനി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇൻഡെക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? പ്രൈമറി കീ ആയിരിക്കും. അതാണ് പ്രൈമറി ഇൻഡെക്സിങ്ങിൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് വിചാരിക്കും? അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? പ്രൈമറി കീ ആണ്. അപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് 6 റെക്കോർഡാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വയ്ക്കുക. സോ BFR ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് 6 റെക്കോർഡായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ റെക്കോർഡുകൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ okay, this is the first block, this is the second block, and this is the third block. എല്ലാ ബ്ലോക്കിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓക്കെ 6 റെക്കോർഡുണ്ട്. 1 2 3 4 5 6. ഓക്കെ, 6 റെക്കോർഡുണ്ട്. അപ്പോൾ ഇതാണ് 3 സെറ്റാണുള്ളത്. 3 ബ്ലോക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6 × 3 18 റെക്കോർഡാണ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻ പ്രൈമറി ഇൻഡെക്സിങ്ങിലെ ഡെൻസ് ടൈപ്പ് അപ്പോൾ പ്രൈമറി ഇൻഡെക്സിങ്ങിലെ ഡെൻസ് ടൈപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വിൽ ഹാവ് ആൻ ഇൻഡെക്സ് ടേബിൾ. ഓക്കെ, സോ ലെറ്റ് ദ കീ വാല്യൂസ് ബി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 and 18. സോ ഇങ്ങനെയാണ് അതിൻ്റെ കീ വാല്യൂസ് കിടക്കണതെന്ന് വിചാരിക്കുക. ഇതാണ് കീ വാല്യൂസ് എന്ന് വിചാരിക്കുക. പ്രൈമറി കീ ആണ്, ഓർഡറിലാണ്. അപ്പോൾ ഇതാണെങ്കിൽ പ്രൈമറി ഇൻഡെക്സിങ്ങിലെ ഡെൻസ് ടൈപ്പിൽ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് കിടക്കുമ്പോൾ ഇതിൽ
ഡെൻസിൻ്റെ പ്രത്യേകത എല്ലാ കീ വാല്യൂസും ഇൻഡെക്സ് ടേബിളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഡെൻസിൻ്റെ പ്രത്യേകത. എല്ലാ കീ വാല്യൂസും ഏതിലുണ്ടാവും? ഇൻഡെക്സ് ടേബിളിൽ ഉണ്ടാവും. അതായത് ദർ വിൽ ബി 1, ഫസ്റ്റ് എൻട്രി 1 ആയിരിക്കും, 1 പോയിന്റ് ചെയ്യുന്നത് ഈ ബ്ലോക്കിലേക്ക്. സെക്കൻഡ് എൻട്രി എന്ന് വെച്ചാൽ 2, ഇത് പോയിന്റ് ചെയ്യുന്നതും ഈ ബ്ലോക്കിലേക്ക്. 3 ഇത് പോയിന്റ് ചെയ്യുന്നത് ഈ ബ്ലോക്കിലേക്ക്. അങ്ങനെ എല്ലാം ഇപ്പോൾ എല്ലാത്തിനും കറസ്പോണ്ട് ചെയ്യുന്ന ഓരോ എൻട്രി ഉണ്ടാവും. 4, 5 അങ്ങനെ എക്സെട്ര 16, 17, 18. അപ്പോൾ 16 ബ്ലോക്ക് പോയിന്റ് ചെയ്യുന്നത് ഇവിടേക്കായിരിക്കും, 17 പോയിന്റ് ചെയ്യുന്നത് ഇവിടേക്കായിരിക്കും, 18 പോയിന്റ് ചെയ്യുന്നത് ഈ ബ്ലോക്കിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അല്ലാണ്ട് കറക്റ്റ് 2ലേക്ക് ആയിരിക്കില്ല പോയിന്റ് ചെയ്യുന്നത്. 1 എന്ന് പോയിന്റ് ചെയ്യുന്ന ഇവിടേക്ക്, 2 എന്ന് പോയിന്റ് ചെയ്യുന്ന ഇവിടേക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഇൻഡെക്സിങ്ങിൽ ഡെൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് പറയാൻ കാരണം യൂസ് ചെയ്യുന്ന പ്രൈമറി കീ ആണ്. ഡെൻസ് എന്നുള്ളത് പറയാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ കീ വാല്യൂസും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെ അകത്ത് 7 ഇല്ലെങ്കിൽ ഇവിടെയും 7 ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഒരു എൻട്രി 7 എന്ന് പറഞ്ഞ എൻട്രി ഇല്ലാന്ന് വിചാരിക്കുക. ഈ നമ്മൾ സ്റ്റോർ ചെയ്ത റെക്കോർഡിൽ 1, 2, 3, 4, 5, 6, 8, 9, 10, 11 ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 7 എന്നുള്ള എൻട്രി എവിടെ ഉണ്ടാവില്ല? ഇൻഡെക്സിങ് ടേബിളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെ കീ വാല്യൂസിന് എൻട്രി ഉണ്ടോ ആ എൻട്രീസ് എല്ലാം ഈ ടേബിളിൽ ഉണ്ടാവും. അതാണ് പ്രൈമറി ഇൻഡെക്സിങ് എന്നുള്ളതിൽ ഡെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, പ്രൈമറി ഇൻഡെക്സിങ്ങിലെ സ്പാർസ് ഇൻഡെക്സിംഗ് ആണ് പറയാൻ പോകുന്നത്. പ്രൈമറിയിലെ സ്പാർസ് ഇൻഡെക്സിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറിയിലെ സ്പാർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കുറേ ബ്ലോക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ബ്ലോക്കിലും 6 എൻട്രി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ ഇത് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 വെച്ചിട്ടായിരിക്കും, കാരണം 6 എൻട്രി ഉണ്ട്. അപ്പോൾ 1 തൊട്ട് അവസാനത്തത് 6 ആയിരിക്കും ഇവിടെ. 7 തൊട്ട് ഇവിടെ അവസാനത്ത് 12 ആയിരിക്കും. ദെൻ 13 തൊട്ട് ഏറ്റവും അവസാനം ഇവിടെ വരുന്ന എൻട്രി 18 ആയിരിക്കും. ഓക്കെ, ഇൻ പ്രൈമറി ഇൻഡെക്സിങ്ങിൻ്റെ സ്പാർസ് ഇൻഡെക്സിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഇൻഡെക്സ് ടേബിൾ സ്പാർസിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള എല്ലാ കീസിനും കറസ്പോണ്ട് ചെയ്യുന്ന ഒരു വാല്യൂ ഈ ഇൻഡെക്സ് ടേബിളിൽ ഉണ്ടാവില്ല. ഓക്കെ, ദർ വോണ്ട് ബി എനി എൻട്രി കറസ്പോണ്ടിങ് ടു ഓൾ ഇതായത് നമ്മുടെ ഈ റെക്കോർഡുകളിൽ കിടക്കുന്ന എല്ലാ പ്രൈമറി കീയുടെ വാല്യൂവിനും കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂസ് എവിടെ ഉണ്ടാവില്ല? ഇൻഡെക്സിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 എന്നുള്ള പോയിന്റ് ചെയ്യുന്നത് ആദ്യത്തെ ബ്ലോക്കിലേക്കായിരിക്കും. ഇൻഡെക്സ് ടേബിളിലെ രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 7 പോയിന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലേക്കായിരിക്കും. അടുത്ത എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 13 ആൻഡ് 13 വിൽ ബി പോയിന്റിങ് ടു ദ ലാസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ സെർച്ചിങ് നടക്കുമ്പോൾ 1ന് മുകളിലും 7ന് താഴെയോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ബ്ലോക്ക്. 7ന് മുകളിലും 13ന് താഴെയോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സെക്കൻഡ് ബ്ലോക്ക്. 13ന് മുകളിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ തേർഡ് ബ്ലോക്ക്. ഓക്കെ, ഇതിലും യൂസ് ചെയ്യുന്നത് പ്രൈമറി കീ തന്നെയാണ്. നോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവില്ല. പക്ഷേ ഇത് സ്പാർസ് ആണ്. എല്ലാ എൻട്രിക്കും ഇവിടെ ഇപ്പോൾ 2 എന്ന് പറഞ്ഞ എൻട്രി ഉണ്ടാവും, 3 എന്ന് പറഞ്ഞ എൻട്രി ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. പക്ഷെ ഇതിനൊന്നും കറസ്പോണ്ട് ചെയ്യുന്ന എൻട്രി ഏതിലില്ല? ഇൻഡെക്സ് ടേബിളിലില്ല. അതുകൊണ്ടാണ് ഇതിനെ സ്പാർസ് ഇൻഡെക്സിങ് എന്ന് പറയുക. എല്ലാ റെക്കോർഡ്സിനെയും കറസ്പോണ്ട് ചെയ്യുന്ന എൻട്രീസ് ഇൻഡെക്സ് ടേബിൾ ഉണ്ടാവില്ല. So it is called sparse indexing. Okay, so this is primary indexing and sparse. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ സ്പാർസ്, ഇഫ് ഇറ്റ് ഈസ് സ്പാർസ്, ഓർഡർ എന്നുള്ളത് നിർബന്ധമാണ്. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം. 1ന് മുകളിലും 7ന് താഴെയാണെങ്കിൽ അത് ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെയാണ്, നിർബന്ധമാണ്. ബട്ട് ഇതിലാണെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇപ്പോൾ 7 ഇവിടെ എഴുതിയാലും 7 പോയിന്റ് ചെയ്യുന്ന സാധനം ഇവിടേക്ക് ആരോ കൊടുത്താൽ മതി. ഈ ഓർഡർ നിർബന്ധമില്ല. ഇവിടെ ഓർഡർ നിർബന്ധമുണ്ട്, പക്ഷെ ഇവിടെ ഓർഡർ നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ 7 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7ക്ക് ഇവിടെ നിന്ന് ഒരു പോയിന്റർ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെയാണ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ന്റെ പോയിന്റർ ഇവിടേക്ക് കൊടുക്കുന്നതിന് പകരം അത് ഈ ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്താൽ മതി.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഇൻഡെക്സിങ്, ഡെൻസ് ആൻഡ് സ്പാർസ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് clustering. Okay, clustering is another type of indexing. Clustering പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ടേബിളിൽ വരുന്ന വാല്യൂസ്, എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ടേബിൾ വിൽ നോട്ട് ബി എ പ്രൈമറി കീ ഓർ എ കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ പ്രൈമറി കീ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ക്ലസ്റ്ററിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം വാല്യൂസ് ഉള്ളതിനൊക്കെ പരമാവധി സെയിം ബ്ലോക്കിലേക്ക് കൊണ്ടുവരും. സെയിം വാല്യൂസ് ഉള്ളതിനൊക്കെ പരമാവധി സെയിം ബ്ലോക്കിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതേപോലെ തന്നെ ഒരു എൻട്രി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി കീ ആവണമെന്നില്ല. അപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇൻഡെക്സ് ടേബിളിൽ ഉണ്ട്, പോയിന്റർ ഉണ്ട്. ഓക്കെ, ഇൻഡെക്സ് എൻട്രി ഉണ്ട്, പോയിന്റർ ഉണ്ട്. സോ ദിസ് ഇസ് എ ഇൻഡെക്സ് ടേബിൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ബ്ലോക്കുകളിൽ സ്റ്റോർ ചെയ്തേക്കുന്നതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ 1 ഉണ്ടെങ്കിൽ 1 എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ ബ്ലോക്കിലായിരിക്കും. പ്രൈമറി കീ അല്ലാത്തതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഉണ്ടാവാം. ഓക്കെ, 1 ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ബ്ലോക്കിലായിരിക്കാം, 2 ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത് ഈ ബ്ലോക്കിലായിരിക്കാം. പക്ഷേ ചിലപ്പോൾ 2 2 ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കാം? ചിലപ്പോൾ 3 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ 3 ചിലപ്പോൾ ഇവിടെയും കിടക്കുന്നുണ്ടാവും. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ആയിരിക്കാം. ഇങ്ങനെയാണ് എൻട്രീസ് എന്ന് വയ്ക്കുക. അപ്പോൾ ഇറ്റ് ഈസ് നോൺ പ്രൈമറി ആണ്, ഓർഡേർഡ് ആണ്, എല്ലാം ഓർഡറിങ്ങിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലസ്റ്ററിങ്. അതായത് നമ്മൾ ആക്ച്വലി നോൺ കീ വാല്യൂസ് ആണെങ്കിൽ ആ നോൺ കീ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. എല്ലാം ഒരേപോലെയുള്ള ഇതിനൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എൻട്രീസ് കൊടുക്കുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ക്ലസ്റ്ററിങ്. സോ ഇഫ് ദ ഇൻഡെക്സ് വാല്യൂ ഇസ് 1, ഇറ്റ് വിൽ പോയിന്റ് ടു ദ ഫസ്റ്റ് ബ്ലോക്ക്. കാരണം എന്താ? 1 എന്നുള്ള എൻട്രി ആദ്യം വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എൻട്രി ഈസ് 2. So it will point to the second block. Okay, because 2 appears for the first time in the second block. Next one entry is 3, and 3 appears for the first time in the second block. So it also point to the second block. Second blockന്റെ ആദ്യത്തെ സ്ലോട്ടിലേക്കാണ്, അല്ലാണ്ട് കറക്റ്റ് ആ റെക്കോർഡിലേക്ക് പോയിന്റ് ചെയ്യില്ല. ആ ബ്ലോക്കിലെ ഫസ്റ്റ് അഡ്രസ്സിലേക്കാണ് എപ്പോഴും പോയിന്റ് ചെയ്യുക. അത് പ്രൈമറി ഇൻഡെക്സിങ് ആണെങ്കിലും സെക്കൻഡറി ഇൻഡെക്സിങ് ആണെങ്കിലും ക്ലസ്റ്ററിങ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും കറക്റ്റ് റെക്കോർഡിലേക്ക് അല്ല പോയിന്റ് ചെയ്യുക. ഇറ്റ് വിൽ പോയിന്റ് ടു ദ ബ്ലോക്ക്. ഓക്കെ, ആൻഡ് ഹിയർ ഇഫ് ഇറ്റ് ഈസ് 4 ഫസ്റ്റ് എൻട്രി വരുന്നത് ഈ ബ്ലോക്കിലാണ്. സോ ഇറ്റ് വിൽ ബി പോയിന്റിങ് ടു ഹിയർ. ക്ലിയർ? സോ ദിസ് ഇസ് കോൾഡ് ക്ലസ്റ്ററിങ്. ഇൻ ക്ലസ്റ്ററിങ് the index value that we are using will be a non-key attribute, and all the non-key attributes will be grouped according to its value, and the pointer will be pointing to the block in which it appears for the first time. Okay, so this is called clustering. Okay, cluster കേട്ടല്ലേ? അതുപോലെ clustering. Okay, next one is secondary indexing. സെക്കൻഡറി ഇൻഡെക്സിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ബി എ നോൺ കീ വാല്യൂ ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ. പക്ഷേ നമ്മൾ അതിനെ നമ്മൾ ക്ലസ്റ്റർ ഒന്നും ചെയ്യുന്നില്ല, നോൺ ഓർഡേർഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ദ ഇൻഡെക്സിങ് വാല്യൂ വിൽ ബി എ നോൺ കീ ആട്രിബ്യൂട്ട്, ആൻഡ് ഓൾസോ ദ റെക്കോർഡ്സ് വിൽ നോട്ട് ബി sorted or ordered according to that index value. ആ ഇൻഡെക്സ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഓർഡേർഡ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് സെക്കൻഡറി ഇൻഡെക്സിങ്. ആൻഡ് സെക്കൻഡറി ഇൻഡെക്സിങ് ഈസ് ബേസിക്കലി ഡെൻസ് ഇൻഡെക്സിങ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എൻട്രീസിനും കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂസ്